കാരണം നമ്മളൊരു ചാപ്റ്റർ പഠിച്ചതുകൊണ്ട് മാത്രം നമുക്കൊരിക്കലും ആ കോൺസെപ്റ്റ് ഫുൾ മനസ്സിലായി, നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും നമ്മളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞെന്ന്, പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടിയൊക്കെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ എക്സാം വിന്നറിൻ്റെ +1 +2 ബാച്ചിലൊക്കെ ഫുൾ മാർക്ക് കിട്ടിയ കുറേ കുട്ടികളായിട്ട് മിസ്സിന് സംസാരിക്കാൻ, അവരുടെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അപ്പോൾ അവർ ഈ ടോപ്പ് മാർക്സ് അല്ലെങ്കിൽ ഫുൾ മാർക്ക്, പ്രത്യേകിച്ച് +1 520 ഔട്ട് ഓഫ് 520, അതുപോലെ തന്നെ +2 1200 1200 അല്ല ഒരു മാർക്കൊക്കെ കുറഞ്ഞു പോയി. അപ്പോൾ ഈ ഒരു ടോപ്പേഴ്സ് ആവാൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് സ്റ്റഡി ഹാക്സാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ വരുന്ന കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ എപ്പോഴും പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞിട്ടൊക്കെ കേൾക്കുന്ന കാര്യമാണ് എപ്പോഴും നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ കുറച്ച് സമാധാനം ഉണ്ടാകും. അതായത് നമ്മൾ ഇത്രയും കവർ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം കിട്ടും. പക്ഷേ നമ്മൾ ആരും തന്നെ ചെയ്യാറുമില്ല അല്ലേ. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എക്സാം ടൈമിൽ നമ്മളിങ്ങനെ റഷായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കാനുള്ള ടെൻഷനും പ്രഷറൊന്നും എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ടെൻഷനൊക്കെ പാതി കുറഞ്ഞാൽ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് PYQ ചെയ്യുമ്പോൾ ഒന്നും കൂടി അത് മനസ്സിലാക്കാൻ ഒരുപാട് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. PYQ ആദ്യം ചെയ്യും. എപ്പോഴും നിങ്ങൾ ഏതൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലും അതിൽ ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഇപ്പോൾ ഈ ടോപ്പേഴ്സിനോടെല്ലാം സംസാരിച്ചവരെല്ലാവരും മിസ് ചെയ്യാതെ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അവരൊക്കെ ബാച്ചിൽ പഠിച്ചതായതുകൊണ്ട് ബാച്ചിലുള്ള എക്സ്ട്രാ കാര്യങ്ങളും വർക്ക്ഷീറ്റും പിന്നെ നമ്മുടെ ചാലഞ്ചർ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കിനിയിപ്പോൾ അതൊന്നും അവൈലബിൾ അല്ലെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതൊരു ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിസ്സാവാതെ തന്നെ ചെയ്ത് നോക്കുക. കാരണം നമ്മളൊരു ചാപ്റ്റർ പഠിച്ചതുകൊണ്ട് മാത്രം നമുക്കൊരിക്കലും ആ കോൺസെപ്റ്റ് ഫുൾ മനസ്സിലായി, നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും നമ്മളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞെന്ന്, പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഒരു ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ഒരു കോൺസെപ്റ്റിന് ഇങ്ങനെ ഒരു മീനിങ് കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് കൂടെ ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയ ആളല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അർത്ഥം നമുക്ക് കിട്ടുക. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ചോദ്യങ്ങൾ പല രീതിയിൽ വരുമ്പോഴൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം രണ്ടാമത്തേതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാമത്തേതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര മണിക്കൂർ പഠിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ ടോപ്പേഴ്സിനോടൊക്കെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇത്ര മണിക്കൂറെന്ന് പറഞ്ഞവർ വെക്കാറില്ല. പകരം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ടാസ്ക് വെക്കും. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പഠിക്കുന്ന രീതി ആയിക്കോട്ടെ, പഠിക്കാനെടുക്കുന്ന ടൈം ആയിക്കോട്ടെ, ഒരു കാര്യം മനസ്സിലാക്കാനെടുക്കുന്ന ടൈം ആയിക്കോട്ടെ, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പം 1 മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ ടോപ്പേഴ്സ് 5 മണിക്കൂർ പഠിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ 5 മണിക്കൂർ വേണ്ടി വരില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ആ കാര്യം 2 മണിക്കൂർ പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത്ര മണിക്കൂർ പഠിക്കണമെന്ന് നോക്കാതെ നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്, ഇപ്പോൾ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സമയത്ത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാനുള്ള മൂഡിൽ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നാലാമത്തേതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും എല്ലാവരും പറയുന്നൊരു സാധനം റിവിഷൻ. അപ്പോൾ ആ റിവിഷൻ ചെയ്യുന്നതിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ് അന്ന് തന്നെ ആ ടോപ്പിക്ക് ഒന്ന് റിവൈസ് ചെയ്യുക. അതിനൊരു മണിക്കൂർ 2 മണിക്കൂർ ഒന്നും എടുക്കേണ്ട, ജസ്റ്റ് 10 മിനിറ്റ്സ്. ആ 10 മിനിറ്റ്സിൽ നിങ്ങൾ കണ്ണടച്ചിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആ പഠിച്ചതെന്നുള്ളതൊന്നും നമ്മൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ഓർത്തെടുക്കില്ലേ, അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക. ദെൻ ഒരു 2-3 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി പിന്നെ നിങ്ങളൊരു 2 ടൈം റിവിഷൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എക്സാം ടൈമിലോ നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിറ്റ് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ബുക്ക് എടുത്തിട്ട് ബുക്കൊന്നിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് പഠിച്ച കാര്യങ്ങളൊന്ന് വേറൊരാൾക്ക് പ്രസൻറ്റ് ചെയ്യണത് പോലെയൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് നോക്കാം. സോ ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും
പഠിക്കുമ്പോൾ ലോങ് അവേഴ്സ് പ്ലാൻ ചെയ്ത് പഠിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ ഒരു ബ്രേക്ക് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 50 മിനിറ്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കമ്പൽസറി ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോകാനും ബാക്കിയുള്ള റീൽസ് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക് അല്ല. പകരം നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനും ആ പഠിച്ച കാര്യമൊന്നും നമുക്ക് മനസ്സിലായോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. വെറുതെ ഇങ്ങനെ നമ്മളിപ്പോൾ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ടല്ല റീൽസ് സ്ക്രോൾ ചെയ്യുന്നത്, ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. അതിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റായിട്ട് കണ്ട റീൽസ് 5 എണ്ണം പറയാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പറ്റില്ല. കാരണം അത് നമ്മൾ ഒട്ടും ആലോചിക്കാതെ നമ്മളിങ്ങനെ കണ്ടുപോവാണ്. പക്ഷെ അതേപോലെ ആയിരിക്കരുത് നിങ്ങളുടെ പഠനം. പോസ് ചെയ്യും, എന്നിട്ട് ഇതേപോലെ ഒരു 50 മിനിറ്റ് പഠിച്ചിട്ട് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. പൊമോഡോറൊക്കെ യൂസ് ചെയ്യലുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ വായിച്ചു നോക്കാതെ പകരം ഒന്ന് ആലോചിച്ച് നോക്കും, ഓർമ്മ ഉണ്ടോ ഇതെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. മനസ്സിലായില്ലെങ്കിലാണ് പിന്നെ ഒന്നും കൂടെ എടുത്ത് നോക്കുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു 50 മിനിറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അതിനിടയ്ക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും ലോകത്ത് പോയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പഠിച്ചു തുടങ്ങുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ ഒരു ടാസ്ക്, ഒരു ഗോൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനും പറ്റും. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.